ഈ ഭൂമിയുടെ ചരിത്രത്തെക്കുറിച്ച് സ്വാഗതം പറഞ്ഞ ഹരി വളരെ വിശദമായി സംസാരിച്ചു. ഈ ഭൂമിയിലേക്ക് ഇന്ന് ഞങ്ങൾ മാർച്ച് സംഘടിപ്പിച്ചപ്പോൾ ഭൂമിയുടെ അകത്ത് കയറണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അത്രമാത്രം അതിനെപ്പറ്റി വിചാരിച്ചാണ്. അകത്ത് കയറണമെന്ന് വിചാരിച്ചാൽ കയറിയിരിക്കും. ഇത് അനധികൃതമായി ഈ ഭൂമി ആർക്കും കൈവശമാക്കാൻ കഴിയും. ഇത് നേരത്തെ പറഞ്ഞില്ല, 8 വില്ലേജിൽ ഉൾപ്പെടുന്ന എക്സോറിസ്മെൻ്റെ ഒരുപാട് ആളുകളുണ്ട് ഇതിനകത്ത്. അപ്പോൾ നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞ പോലെ ഇത് സുതാര്യമായിരിക്കണം, സ്വകാര്യമാവാതെ സുതാര്യമായിരിക്കണം ഈ പരിപാടി. അല്ലാതെ 1-2 ആളുകൾ വന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അത് ആർക്കെങ്കിലും 30 വർഷത്തേക്കോ 40 വർഷത്തേക്കോ ലീസിന് കൊടുക്കുക, ആ പരിപാടിയൊന്നും നടക്കില്ല. അതേപോലെ തന്നെ വർഷത്തിൽ എല്ലാ വർഷവും പൂപ്പലിയുടെ സമയത്ത് കരാർ കൊടുക്കുക, ലക്ഷങ്ങൾക്ക് പറിച്ചു കൊടുക്കുക. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ വർഷം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവിടെ സൗജന്യമായിട്ടായിരിക്കണം പൂപ്പലിക്ക് വാഹനങ്ങൾ നിർത്തേണ്ടത്, അല്ലാതെ ആരുടെയും പോക്കറ്റിലേക്ക് പൈസ കൊടുക്കുന്ന രീതിയല്ല. അപ്പം എൻ്റെ അച്ഛനും എൻ്റെ ഒരു പട്ടാളക്കാരനാണ്, അപ്പം ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. പക്ഷെ അത് ഒരു 2-3 വ്യക്തികളിലൂടെ വരിക, JCB വെച്ച് കല്ലിളക്കുക, കല്ല് കയറ്റാൻ പോവുക, ഇതൊക്കെ നടക്കുമെന്ന് അവരുടെ വിചാരം. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ സമരം ഒരു സൂചനയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം.